അതെ. എമ്പുരാനില്ലേ, എനിക്ക് ഒരു സിനിമ എന്തും ആയിക്കോട്ടെ, പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം. പക്ഷേ എനിക്ക് ഒരു തരത്തിലും ബോധിക്കാത്ത ഒരു കാര്യമുണ്ട്. ലാലേട്ടന്റെ കോസ്റ്റ്യൂമ്. ലാലേട്ടൻ എന്തിനാ ഈ 10, 50 ലെയറുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരുന്നത്? അതിപ്പോ മരുഭൂമിയിലാണെങ്കിലും മഞ്ഞത്താണെങ്കിലും ലാലേട്ടൻ അങ്ങനെയാ വരുന്നത്. അവന്റെ ലോജിക് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അത്രയും മനസ്സിലായില്ല എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ ലൂസിഫറില് അവസാനം കാണിക്കുന്ന ഖുറേഷി ഉണ്ടല്ലോ, പുള്ളിയുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ പിന്നെയും മെച്ചമാ. അപ്പൊ നമുക്ക് തോന്നും എന്തോ വലിയ സംഭവമാണ് വരാൻ പോകുന്നതെന്ന്. പക്ഷേ അത്രയൊന്നും ലെയർ ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ഖുറേഷി വരുമ്പോ. അതെന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. ലാലേട്ടന്റെ ക്യാരക്ടറിന് അത്ര ലെയർ ഉണ്ടോന്ന് എനിക്കറിയില്ല. നേരത്തെ ലൂസിഫറില് ലാലേട്ടൻ വെറുതെ ഒരു ഷർട്ടും ഒരു മുണ്ടും ഉടുക്ക് വരുമ്പോ കുറെ ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു ലാലേട്ടൻ ചെയ്തത്. നേരെ തിരിച്ച് എബ്രാം ഖുറേഷിയിൽ വരുമ്പഴ് ലാലേട്ടന്റെ ക്യാരക്ടറിന് അത്രയും ലേയേഴ്സ് ഒന്നും ഇല്ല. നേരെ നേരെ എന്താ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന് ഒരു 5, 6 ലെയർ ഉണ്ട്. അപ്പം ഈ ഡ്രസ്സിന്റെ പരസ്യത്തിന് ഹാങ്ങറിൽ ഡ്രസ്സ് ഇട്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു റോബോട്ടിക് മൂവ്മെന്റ് ഒക്കെയാണ് ഈ ഡ്രസ്സ് കാരണം ലാലേട്ടന് വരുന്നത്. ലാലേട്ടൻ ഇതിനകത്ത് കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പെർഫോമൻസ് പുറത്തോട്ട് വരാൻ ബോഡിയിൽ ഈ ഡ്രസ്സ് കാരണം പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതിനകത്ത് തന്നെ പൃഥ്വിരാജ് ലാലേട്ടന്റെ കൂടെ പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം വേറെ വേറെ കോസ്റ്റ്യൂമിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പോ ഒരു മരുഭൂമി വെച്ചിട്ട് അതുപോലെ ഒരു ഈജിപ്തിലോ അങ്ങനെ എങ്ങാണ്ട് വെച്ചിട്ട് ഒരു സ്ഥലത്ത് വെച്ച് ഒരു ഫൈറ്റ് നടക്കുമ്പോ പൃഥ്വിരാജ് വരുന്നത് ഭയങ്കര ടീഷർട്ടൊക്കെ ടൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട് ബ്ലാക്ക് കളറിലെ ടൈറ്റ് ടീഷർട്ടൊക്കെ ഇട്ട് മസിലൊക്കെ കാണിച്ചേ. അന്നേരവും നമ്മുടെ ലാലേട്ടൻ വരുന്നത് ഈ 5, 6 ലെയറുള്ള ഡ്രസ്സും ഇട്ട് കോട്ടും ഇട്ട് ഇങ്ങനെ ഇതും വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ഫൈറ്റിനകത്ത് പൃഥ്വിരാജ് ഒരു കറുത്ത ചുരിദാറൊക്കെ ഇട്ട് വരുന്നുണ്ട്. അതിന് ആ ഡ്രസ്സിന്റെ ഒരു പേര് പറയാൻ എനിക്കറിയില്ല. കറുത്ത ചുരിദാറൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്ന് മാസായിട്ട് നിന്നിട്ടുണ്ട്. കാരണം പുള്ളിയുടെ ബാക്കിയുള്ള ഡ്രസ്സ് ഊരി കളഞ്ഞിട്ട് പുള്ളി ആ ഡ്രസ്സിൽ വന്ന് നിൽപ്പുണ്ട്. അപ്പോഴും ലാലേട്ടൻ ഈ മരുഭൂമിയിൽ കിടന്ന് യുദ്ധം ചെയ്യാൻ വരുവാണ്. നോർത്തിലെവിടെയോ. അപ്പോൾ യുദ്ധം പോട്ടെ ഫൈറ്റ് ചെയ്യാൻ വരുവാണ്. അപ്പോഴും ലാലേട്ടൻ ഒരു 5, 6 ലെയറുള്ള ഈ സെയിം കോട്ടും സൂട്ടും സൂട്ടൊന്നും അല്ല കോട്ടൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഒരു 10 കോട്ട് ഇട്ടിട്ട് അവിടെ വന്ന് നിന്ന് ഫൈറ്റ് ചെയ്യുക. ലാലേട്ടന് അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഒരു കോസ്റ്റ്യൂം എങ്കിലും നല്ലത് കൊടുത്തുകൂടായിരുന്നോ? എന്നിരുന്നെങ്കിൽ എന്ത് ഗ്രേസ്ഫുൾ ആയിട്ട് ആ മനുഷ്യൻ അഭിനയിച്ചതാ. ആ ഗ്രേസ്ഫുൾ ആയിട്ട് ഫുള്ള് നമുക്ക് കാണാൻ പറ്റില്ലായിരുന്നോ? ആണോ? എന്റെ മാത്രം പ്രശ്നമായിരിക്കാം. ഏറ്റവും മോശമായി പോയി.